എല്ലാവരും നല്ല ഹാപ്പിയാണല്ലേ ഇവിടെ? എന്നാൽ നമുക്ക് ആദ്യം ഒന്ന് ചിരിക്കാം നമുക്ക് എല്ലാവർക്കും കൂടിയും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് രണ്ട് കൈ ഒന്ന് നന്നായിട്ട് വരുത്തുക. നന്നായിട്ട് നന്നായിട്ട് വരട്ടെ 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 വരട്ടെ. റെഡി റെഡി. ഓക്കെ, ഇനി ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ ആക്കി നോക്കി. ഒരു എനർജി ഫീൽ ചെയ്തോ? മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റിക് എനർജി നമ്മൾ ഫീൽ ചെയ്തു. രാവിലെ എന്നും എഴുന്നേറ്റിട്ട് നിങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കാൻ നന്നായിട്ട് വരുക. എന്നിട്ട് മുഖത്തൊന്ന് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് നോക്ക്. യു ആർ ഫീലിംഗ് ഗ്രേറ്റ് അല്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചിരിയും പാസ്സാക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല സന്തോഷത്തോടൊന്ന് ചിരിക്കുമ്പോഴേക്ക് നമ്മളെ ശരീരത്തിൽ നിന്ന് സെല്ലുലാർ ലെവലിൽ എത്ര മരുന്നുകളാണ് പ്രൊഡ്യൂസ് ചെയ്തത്? സിസ്റ്റർ പറയാം, എത്ര മരുന്ന് പ്രൊഡ്യൂസ് ചെയ്തു? വേദന സംഹാരിയായ എൻഡോർഫിൻ. ഒന്ന് ചിരിക്കി, ആവേശത്തോടെ ചിരിക്കി. പ്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും വലിയ ഫാർമസിയാണ് നമ്മുടെ ശരീരം. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ അപ്പുറത്തുള്ളതാ വലിയ വലിയ അസുഖം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മാഗ്നറ്റ്, ഇതൊക്കെ നല്ല എനർജി കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഷുഗർ അടങ്ങിയൊരു ഭക്ഷണം കഴിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ നാവിൻ്റെ അടുത്തെത്തുമ്പോൾ നല്ല രുചി കിട്ടും. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് വയറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഷുഗറെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഇത് കടന്നങ്ങോട്ട് ആക്രമിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ജപ്പാനിൽ ബോംബ് ബ്ലാസ്റ്റ് ഇട്ടുവന്നു. അതിലേറെ ശക്തമായിട്ടുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റാണ് നമ്മൾ ഈ ഷുഗറി ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് ഇതെല്ലാം കൂടി എത്തുമ്പോൾ ഉണ്ടാകുക. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളെ ശരീരത്തെ എപ്പോഴും റെഡി ആയി നിർത്തുക. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്, എന്നോട് പറഞ്ഞത് മെറ്റബോളിസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് മെറ്റബോളിസം? നമ്മളിപ്പോൾ ഒരു വിശാലമായ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമി ചെറിയൊരു സൂക്ഷ്മജീവിൻ്റെ വലിപ്പം ഉണ്ടാവും. സൂക്ഷ്മജീവിൻ്റെ വലിപ്പമേ ഉള്ളൂ വിശാലമായ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ ഈ സൂക്ഷ്മമായ കാര്യങ്ങൾക്കും ഒരു വലിയ വിശാലതയുണ്ട്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, അതിന് വലിയൊരു പവറുണ്ട്. നിങ്ങൾ പറഞ്ഞു ഒരു നിമിഷം ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ ചന്ദ്രനിലെത്തും എന്ന് പറഞ്ഞു. മോസ്റ്റ് പവർഫുള്ളാണ്. നമ്മുടെ ശരീരത്തെ ടോക്സിഫൈ ചെയ്യുന്ന, അശുദ്ധമാക്കുന്ന നമ്പർ 1 വില്ലൻ എന്താ? നമ്മുടെ ചിന്ത. ഒന്ന് നമുക്ക് അസുഖമുണ്ട്. രാവിലെ എനിക്ക് അസുഖമാണ്. രാവിലെ ഒന്നങ്ങോട്ട് എഴുന്നേറ്റ് ഞാൻ രാവിലെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെ എന്താ ചെയ്യാന്നറിയോ? ബ്രഷ് എടുക്കും. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഇടത് കൈ കൊണ്ടാണ് ഞാൻ പല്ല് തേക്കുക. നിങ്ങൾ ശരിക്കും എന്താ ഞാൻ ചെയ്യുന്നത്? നമ്മളെ ഹൃദയത്തിന് ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്ന നല്ലൊരു എയറോബിക് എക്സസൈസ്, അല്ലെങ്കിൽ ഐസോമെട്രിക് എക്സസൈസാണിത്. വാൾ സ്ക്വാറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സസൈസാണ്. ഇനി വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു ഇത് ചെയ്യുക. നമുക്ക് വെറുതെ ഇങ്ങനെ കിടന്നിട്ട് ഒരു പ്ലാങ്ക് പൊസിഷനിൽ കിടക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്. ഞാനൊരു പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ ഒരാൾ കൂടിയാണ്. ഞാൻ പറയാണ്, ഞാൻ വെറും ക്യൂറേറ്റീവ് മെഡിസിൻ അല്ല, പ്രിവെൻറ്റീവ് മെഡിസിനിൽ ഡിപ്ലോമ എടുത്ത ഒരാൾ കൂടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അസുഖങ്ങളെ തന്നെ ചികിത്സിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പ്രിവെൻറ്റീവ് സൈഡിന് ഒന്ന് പറയാൻ പോലും സമയം കിട്ടില്ല എന്നുള്ളതാണ്. 150 ആൾക്കാർ രോഗങ്ങളുമായിട്ട് വരുമ്പം രോഗമില്ലായ്മയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നാൽ സിസ്റ്റർ അപ്പുറത്തുനിന്ന് ബെല്ലടിക്കും. സാർ പേഷ്യൻ്റ് നിങ്ങൾ ഇങ്ങനെ കത്തിയടിക്കരുത് എന്ന് പറയും. അപ്പോൾ അടിസ്ഥാന ക്യൂർ കൊടുക്കാനുള്ളൊരു അവസരം പോലും നമ്മളെ മെഡിക്കൽ പ്രൊഫഷനിൽ ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റത് ഇങ്ങനെ ചെയ്ത് നോക്കി. 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, നമ്മളെ ഹൃദയത്തിന് നല്ലൊരു ഐസോമെട്രിക് എക്സസൈസ്. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറക്കാൻ ഏറ്റവും പ്രൂവൺ ആണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ബെസ്റ്റ് എക്സസൈസാണ്. നാളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളി, ഒന്നും കുഴപ്പമില്ല. അതിങ്ങനെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് പല്ല് തേക്കുക. ഇടത് കൈ കൊണ്ട് തേക്കുന്നത് എന്താ അറിയോ? നമ്മളെ തലച്ചോറിൻ്റെ ഹെൽത്തിനാണ്. ഈ ഇരുത്തം നമ്മളെ ഹൃദയത്തിനാണ്. തലച്ചോറിൻ്റെ അടുത്ത് നിന്നാണ് നമുക്കറിയാം നമ്മളെ ബ്രെയിൻ സെൽസ് എന്ന് പറഞ്ഞാൽ അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ എഫോർട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പുതിയത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ബ്രെയിൻ എന്നും എനർജറ്റിക്കായി നിൽക്കും എന്നുള്ളതാണ്. ഞാൻ ഇന്നേ ദിവസം വരെ ഞാൻ പഠിക്കാത്തൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. വിച്ചിപ്പാണ് നമ്മളെ മാതൃക. എല്ലാവരും ക്ലാപ്പ് പഠിക്കും. എൻ്റെ ഉപ്പാൻ്റെ അനിയനാണ്. ഒരു പഠനത്തിൻ്റെ കൾച്ചർ നമുക്ക് കാണിച്ചു തന്ന നമ്മളെ എളാപ്പന്മാർ ഇവരൊക്കെ തന്നെ. പിന്നെ ഉണ്ണികുളത്തിനെയും പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല, അലവിക്കാനെയും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നോളജ് കൾച്ചർ പണ്ടൊക്കെ ഇങ്ങനെ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് അത് ഇന്നും നിൽക്കുക. പഠനം നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. നമ്മളെ ബ്രെയിൻ എന്നും എനർജറ്റിക്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടൊക്കെ പറയാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ മാറി നിൽക്കരുത്, ഒന്നൊന്നും മാറി നിൽക്കരുത്. വെറും പുസ്തകം തന്നെ കിട്ടിയ അടങ്ങുമെന്ന് വിചാരിക്കരുത്. ഇനി ഇന്നത്തെ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മറ്റന്നാൾ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഈ ആരോഗ്യ ദിനത്തിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ബിഗിനിങ് ആൻഡ് ഒരു ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാണ്. അത് പറഞ്ഞാൽ നമ്മളെ
മാതൃത്വവും നമ്മളെ കുട്ടികളെയും ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധയില്ല. നമ്മൾ അപ്പുറത്ത് പോയി പച്ചവെള്ളം കുടിക്കുമെങ്കിലും നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ പെപ്സിയോ അവരപ്പോവാ കൊടുക്കുക. പിന്നെ എങ്ങനെ നമ്മളെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് വളരുക? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് അവരോട് സ്നേഹം എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ ഷുഗറി ഭക്ഷണങ്ങൾ പുറത്തെത്തിക്കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സ് ഇതെല്ലാം അങ്ങനെ വാങ്ങിക്കൊടുക്കും. പിന്നെ എങ്ങനെ നമ്മൾ ഫ്യൂച്ചർ നന്നാകുക? ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ബോധിപ്പിക്കുന്നത് നമ്മൾ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച്, കേരളം എന്ന് പറഞ്ഞാൽ ഹെൽത്തിൽ നമ്പർ 1 ആണ് എന്നും. പക്ഷെ അത് എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്ന സാഹചര്യം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതിന് കാരണം. ഈ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, ഇപ്പോൾ നമ്മൾ മൊബൈലിലെ ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ നമ്മുടെ ശരീരത്തിലൊരു ബാറ്ററി ഉണ്ട്, നമ്മൾ ഓരോ കോശത്തിലൊരു ബാറ്ററി ഉണ്ട്. എന്താണെന്നറിയോ? മൈറ്റോകോൺട്രിയ എന്ന് പറയും. ഈ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പവർ ഹൗസാണ്. ഇതിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഇതാണ് നമ്മളെ അടിസ്ഥാന എനർജി സോഴ്സ് തുടങ്ങുന്നത്. ഇപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞു, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക അല്ലേ? ഉപാപചയ പ്രവർത്തനം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് എനർജി എത്തുന്നു, ആ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഭാഗമായിരുന്ന ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നു. 3 കാര്യമാണ് മെറ്റബോളിസത്തിൻ്റെ ഭാഗം. നല്ല ഭക്ഷണം ഉള്ളിലോട്ട് എത്തണം, എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിൻ്റെയും പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് കുറേ ടോക്സിക് വസ്തുക്കൾ ഉണ്ടാവും. ഇതിനെ ഇതാക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഉറക്കം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ കോശത്തെയാണ് നമ്മൾ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. നമ്മളിപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ സപ്ലൈ കൂട്ടും, മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓക്സിജൻ എന്താണ് ചെയ്യുന്നത്? ഈ ഓക്സിജൻ O2 എന്നുള്ള രൂപത്തിൽ മാത്രമേ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളൂ. ഈ O2 വിഘടിച്ച് 2 O ആയി കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ്, വളരെ അപകടകാരിയാണ്. അതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയാൽ പിന്നെ രക്ഷയല്ല. ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്ന് ഷുഗറി അടങ്ങിയ ഭക്ഷണങ്ങൾ. അപ്പോൾ ഷുഗറി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കും വെറും പഞ്ചസാര ഇട്ട ഭക്ഷണമാണോ? നമ്മൾ ഇന്ന് രാവിലെ പുട്ട് കഴിച്ചോലാരൊക്കെയാ? ഏത് വെള്ളപ്പുട്ട്. പത്തിരി കഴിച്ചോലാരൊക്കെയാ? ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോലാരൊക്കെയാ? ഒക്കെ ഷുഗറാണ്. വെള്ള അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ മുഴുവനും കളഞ്ഞ വേസ്റ്റാണ് നമ്മൾ കഴിക്കുന്നത്, ആ വെള്ള അരി എന്ന് പറഞ്ഞാൽ. എന്നാൽ ആരെങ്കിലും ഇന്ന് റാഗിൻ്റെ ഉപ്പിട്ട് കഴിച്ചോലുണ്ടോ? റാഗി പുട്ട് കഴിച്ചോല്? ഗോതമ്പ് മുഴുധാന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോല്? സിലേമേക്കൊരു പൊടിക്കലേ. അപ്പോൾ എന്താണ്? നമ്മൾ അങ്ങനെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി ഉൾപ്പെടുത്തണം. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിചാരിക്കും, നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. ഈ ഓരോ കോശത്തിൻ്റെയും പുറത്ത് എത്രയോ മടങ്ങ് സൂക്ഷ്മജീവികളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമി നമ്മളെ പോലെ ഓരോ മനുഷ്യർക്കും ജീവികൾക്കും സസ്യങ്ങൾക്കും ഉള്ളൊരു ആവാസ കേന്ദ്രമാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഈ സൂക്ഷ്മജീവികളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത് ചില വൈറസുകളും ചില ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ നമുക്ക് അപകടകരമാണെങ്കിലും നല്ലൊരു ശതമാനം ബാക്ടീരിയകളും ഫംഗസുകളും നമ്മൾ ജീവിക്കാൻ അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് അവർ നമ്മളങ്ങോട്ട് അങ്ങോട്ട് ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ക്യാൻസർ കോശം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയകളെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് ആ ക്യാൻസർ കോശങ്ങളൊക്കെ തിന്നുകളയും. അപ്പോൾ എന്താണ്? നമ്മൾ ഈ ഷുഗറി അടങ്ങിയും ജങ്ക് ഫുഡും ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇനി വെജിറ്റബിൾ ഓയിൽസ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഭക്ഷണങ്ങൾ ഇതൊക്കെ എത്തുമ്പം എന്താവും? ഇതിനെ നശിപ്പിക്കുന്ന ഭക്ഷണമാണ് എത്തുക. ഇതിനെ സംരക്ഷിക്കുന്ന ഇതിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രൊബയോട്ടിക്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മളെ തൈര് നമ്മൾ വിചാരിക്കുക എന്തോ മോശമാണ്, അല്ല, നല്ല ഭക്ഷണമാണ്. ഇപ്പോൾ ദോശ പുളിപ്പിച്ചത് നല്ലതാണ്. കുറച്ചൊക്കെ അച്ചാറ് വലിയ കുഴപ്പമില്ല, അധികം ഉപ്പിടാത്താണെങ്കിൽ അതും പ്രൊബയോട്ടിക്കാണ്, ഫെർമെൻറ്റ്. ഈ പ്രൊബയോട്ടിക് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയക്ക് പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഓട്സ്, റാഗി, ഇതൊക്കെ ഇതിന് പറ്റിയ നല്ല ഭക്ഷണങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് നമ്മൾ എത്തിക്കുകയാണ് വേണ്ടത്. പിന്നെ വെള്ളം ഒരു രക്ഷയില്ല, വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. വെള്ളം, പിന്നെ ഉറക്കം വേണം, പിന്നെ എക്സസൈസ്. ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യാൻ നമ്മൾ എന്താ സമയം കണ്ടെത്താത്തത്? ഒരു കുഴപ്പമില്ല. ജബ്ബാർക്കായി നിങ്ങളെ ക്ലാസ്സൊക്കെ ഒന്നും കേൾക്കുന്നല്ലേ? നിങ്ങൾക്ക് നടന്നിട്ട് ക്ലാസ് എടുത്താൽ എന്നല്ലേ കേൾക്കണ്ടോ? ഇപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ബയോട്ടോറിയം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നോളജ് അപ്ഡേറ്റ് ചെയ്യല്ലോ. എക്സസൈസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഞാനൊക്കെ എന്നും രാവിലെ എനിക്ക് എന്നും എക്സസൈസ് മുടങ്ങാതെ നടക്കും. എൻ്റെ തടി കണ്ട് നിങ്ങൾ നോക്കണ്ട, ഞാൻ 106 കിലോ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പിൽ പറഞ്ഞ വലവിക്കൈക്കൊക്കെ അറിയാം അല്ലേ? പണ്ട് ഇത്ര തടിയുള്ള ഒരാളായിരുന്നു ഞാൻ.
അപ്പോൾ എന്താണ്, നമ്മൾ എക്സസൈസ് നമുക്ക് മറ്റ് കാര്യങ്ങളെ കൂടെ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഒരു ശീലത്തിന് എക്സസൈസിൻ്റെ കാരണമാക്കി മാറ്റാം. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് കേൾക്കുകയാണ്, നിങ്ങൾക്ക് നടന്നുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യാവുന്നില്ല. ഈ കാര്യത്തിൽ മൾട്ടി ടാസ്കിങ് ഓക്കെയാണ്. ഉണ്ണികളും അല്ലേ, നിങ്ങളൊക്കെ ഓരോ ക്ലാസ് എഴുതുമ്പോൾ പല കാര്യങ്ങളും കേൾക്കേണ്ടി വരില്ലേ? നടന്നിട്ട് ചെയ്താൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ ഇൻ്റലിജൻസ് കൂടുതൽ ഡെവലപ്ഡ് ആവും. കാരണം ഫിസിക്കൽ ഇൻ്റലിജൻസ് അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ 1 മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2 സിഗരറ്റ് വലിച്ചതിന് തുല്യ. 1 മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുന്നാൽ, ഇപ്പം നന്നായിട്ട് സിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഊരക്ക് വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഊരക്ക് നിങ്ങൾ മദ്യപിച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അത്ര ഡേഞ്ചറാണ്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ 10 മിനിറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം, നമുക്ക് നിൽക്കാൻ പറ്റണം. ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റൂളൊക്കെ ഒന്നുകൂടി ഉയർത്തി പിടിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും. വ്യായാമം, സ്ട്രെസ്സ്, സമയം വൈകുകയാണ്. സ്ട്രെസ്സ് എന്ന് പറഞ്ഞല്ലോ, നമ്മളതൊരു ചിന്തയല്ല. സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം. നിങ്ങളിപ്പോൾ ഒരു തീ കൊളുത്തി ആ തീ പിടിച്ച അവസ്ഥയാണ് സ്ട്രെസ്സ് എന്നാണ്. അല്ലാതെ അത് മനസ്സിൻ്റെ പ്രവർത്തനമല്ല. സ്ട്രെസ്സിൻ്റെ റീസൺ മാത്രമേ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അത് നമ്മൾ ഉള്ളിലേക്ക് വന്നേരും. അപ്പോൾ ഈ സ്ട്രെസ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യണം. നമ്മളെ ചിന്തകൾ നമ്മളെ റിയാലിറ്റി അല്ല, അതൊരിക്കലും റിയാലിറ്റി അല്ല. നമ്മൾ തലച്ചോറിൽ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മൾ എവൻ്റ് അല്ല. ലോകത്ത് തന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഹാപ്പി ആവണമെന്ന് തീരുമാനിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഒന്നിനും പറ്റൂല. അത് നമ്മളെ ചോയ്സാണ്. ആ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും പറ്റണം. പലപ്പോഴും വല്ല പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞാൻ എന്തെങ്കിലും കോമഡി വീഡിയോ ഒക്കെ ഇട്ടാൽ ചിലർ എന്നോട് ചൂടാവാറുണ്ട്, നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യണം. ഒരിക്കലുമില്ല, ആ സമയത്താണ് അങ്ങനെ ചെയ്യേണ്ടത്. കാരണം നമ്മളെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ കരുതി. കാരണം ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തിനും. കാരണം ഈ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് ഹീലിംഗ് ഹോർമോൺസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം, ദ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു ലേഡിയുടെ കഥ പറയുന്നുണ്ട്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. 1 മാസം അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ റൂമിൽ അടിച്ചിരുന്നിട്ട് ചാർലി ചാപ്ലിൻ്റെ സിനിമകളും അതുപോലത്തെ തമാശ സിനിമകളും മാത്രം കണ്ട് ചിരിച്ച് ലാസ്റ്റ് ഈ ചിരി ഉണ്ടാക്കിയ ഹോർമോൺസ് എല്ലാം കൂടി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഈ അസുഖം അങ്ങോട്ട് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, നമ്മളെ മൈറ്റോകോൺട്രിയൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ നമ്മൾ നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്യുക. ഈ ഓക്സിജൻ കറക്റ്റായിട്ട് രീതിയിൽ, അത് ഫ്രീ റാഡിക്കൽ ആവാത്ത രീതിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. നിങ്ങൾക്കും സമയമല്ല, എനിക്കും സമയമല്ല, എന്നാലും ഞാൻ നിർത്തുന്നു. ഓക്കെ, വളരെ ഹാപ്പിയായി. ഇത്രയും എൻ്റെ മോനാണെങ്കിലും ഞാൻ ഇത്രമാത്രം നല്ലൊരു ക്ലാസ് അംഗീകരിച്ചിട്ടില്ല.